ഇന്നത്തെ യാത്ര യു എയിലെ ഒമാൻ പ്രവിശ്യയായിട്ടുള്ള മദയിലേക്കാണ്. അപ്പോൾ നമ്മുടെ കൊർഫക്കൻ റോഡ് പിടിച്ച് മലനിരകളൊക്കെ താണ്ടി ചെറിയ തണുപ്പൊക്കെ അടിക്കുന്ന ഉച്ച കഴിഞ്ഞ സമയത്താണ് നമ്മൾ യാത്ര ചെയ്ത് അങ്ങനെ മദ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ടണലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ എത്തുന്നത്. നമ്മുടെ കൊർഫക്കാൻ മദ യാത്രയുടെ സമയത്താണ്. കൊർഫക്കാനിൽ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വരുന്ന വഴിയാണ്. അപ്പോൾ നോക്കിയപ്പോഴാണ് നമ്മുടെ കാറിൻ്റെ ഡോർ അടഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ ഒമാനിൽ കയറണമെങ്കിൽ നമുക്ക് വിസ പാസ്പോർട്ടൊന്നും വേണ്ട, പക്ഷേ മുസാണ്ടം പോകണമെങ്കിലും മസ്കറ്റ് പോകണമെങ്കിലും ഇത് വേണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സ്ട്രെയിറ്റ് എടുത്ത് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പാലം കണ്ട് പാലത്തിൻ്റെ അവിടെ നിന്ന് റൈറ്റ് കയറി വരുന്ന വഴിയാണ്. അപ്പോൾ ഈ റൈറ്റ് കയറി വരുന്നതിന് മുന്നേ എടുത്തൊരു ദൃശ്യമാണിത്. നമ്മൾ നേരത്തെ കണ്ടപോലെ സ്റ്റാച്യൂയുടെ അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ തന്നെയാണ് ഈ ഷാർജയുടെ മാരിടൈം സിറ്റി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ കാണുന്നത്. അവിടുന്ന് ഈ റൂട്ട് നേരെ വരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ മദ എന്ന റൈറ്റ് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടോ, ഈ മദ എന്ന് എഴുതി വെച്ച് അപ്പോൾ തന്നെ റൈറ്റ് എടുക്കുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ പെട്രോൾ പമ്പ് കാണാം. ഈ പെട്രോൾ പമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യു എ ഡി അല്ല, ഒമാൻ്റെ പേരിലുള്ളതാണ്. അവിടെ ദിറംസ് കൊടുക്കും, ഒമാൻ റിയാൽ കൊടുക്കും. അപ്പോൾ നമ്മൾ പേടിച്ച് നമ്മൾ റിയാലാക്കി പോകേണ്ട ആവശ്യമില്ല. ഇതാണ് ഇവിടെ മദയിലെ വാട്ടർഫാൾസ്. യു എയിലുള്ള ഒമാനിലാണ്, മദ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഞങ്ങളൊരു പുഴയുടെ നടുവിലൂടെ വണ്ടിയൊക്കെ ഓടിച്ചോടി എത്തിയിരിക്കുന്ന ഒരു സെറ്റായിട്ടുള്ള സ്ഥലമാണ്. രണ്ട് സൈഡ് നല്ല പുഷ്പങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഫാമുകളൊക്കെ ഉണ്ട്. പിന്നെ കാണിച്ചു തരാം, ബാക്കിൽ കണ്ടോ മല, മല വലിയ മലയാട്ടത്, വലിയ മല കൊണ്ട് ചുറ്റപ്പെട്ട ഒരു പ്രദേശം. ഇതിൻ്റെ ബാക്കിലൊരു ഹിഡൻ ജെമ്മുണ്ട്, അങ്ങോട്ടാണ് ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ ചെന്നിട്ടുള്ള കാഴ്ച കാണാം. അപ്പോൾ നമ്മളിവിടുന്ന് സ്ട്രെയിറ്റ് നടന്നങ്ങ് കയറുകയാണ്. അപ്പോൾ മൊത്തം കല്ലുകൂട്ടങ്ങളാണ്. നമ്മുടെ വണ്ടി കുറച്ചുകൂടി കുഴപ്പമില്ലായിരുന്നെങ്കിൽ ഇവിടം വരെ എത്തുമായിരുന്നു. ഞങ്ങളതിന് മുതിർന്നില്ല. ഇവിടെ എത്തുന്നതോറും കല്ലുകൾ കൂടിക്കൂടി വരുമായിരുന്നു. ഇതൊക്കെ വർഷങ്ങൾക്ക് മുന്നേ, നൂറ്റാണ്ടുകൾക്ക് മുന്നേ മൊത്തം വെള്ളം ഒഴുകിയിരുന്ന വലിയൊരു നദിയായിരുന്നു. അപ്പോൾ അതിന് നടുവിലുള്ള കല്ലും കൂട്ടമാണത്. റൈറ്റ് സൈഡിൽ ചെറുതായിട്ട് വാഴക്കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേളിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ആ നദി ഒഴുകി ഏറ്റവും അവസാനം നടുവിലൂടെ ഈ ചെറിയൊരു പുഴ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ അത്യാവശ്യം വെള്ളമുള്ള സ്ഥലമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിനും കൂടുതൽ വെള്ളം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരുന്നു. പക്ഷേ ഇവിടെ എത്തുമ്പോഴൊക്കെ നമ്മുടെ കാതുകളിലേക്ക് വെള്ളം ചാടുന്ന സൗണ്ട് കേട്ടുകൊണ്ടിരുന്നു കേട്ടോ. ലക്ഷ്യമാക്കിയുള്ള സ്ഥലം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒമാനിലെ മദയിലെത്തിയിരിക്കുന്നത്. മദയിൽ ഉണ്ട് വെള്ളമൊക്കെ എത്ര സെറ്റായിട്ടാണ്. അത് കുറേ നാളായിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്. നല്ലവിടെ ഒഴുക്കൊക്കെ ഉണ്ട് കേട്ടോ. ആ വാദിയുടെ സെൻറ്ററിൽ നിന്നിട്ടുള്ള കാഴ്ചയാണ് ഞാൻ പറഞ്ഞ പോലെ മലനിരകൾക്ക് താഴെ വാഴകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന അത്രയും വെള്ളം ഉണ്ട് കേട്ടോ. നമുക്ക് കാലിൻ്റെ മുട്ട് വരെയുള്ള വെള്ളം അവിടെ ഉണ്ട്. പിന്നെ നമുക്കിതിൽ നടന്നു പോകാം. പക്ഷേ നടന്നു പോകുന്ന സമയത്ത് അവിടെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പാറയുടെ പുറത്ത് കൂടെ കയറി ഇവിടം വരെ എത്തി. അപ്പോൾ ഇങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ നന്നായിട്ട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ പോയ ദിവസം ഒരൊറ്റ മനുഷ്യൻ ആ ഭാഗത്തില്ല. ഈ ഉറവകൾ വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ്, ഈ ഫാമിൻ്റെ ഉള്ളിൽ നിന്നാണ് ഉറവകൾ വരുന്നുണ്ടോ. അവിടെ നിന്നാണ് ഉറവകളുടെ ഉത്ഭവം. പക്ഷേ ഈ വെള്ളം അവർ പകുതി വെച്ച് നമ്മൾ കയറി വരുന്ന സ്ഥലത്തു നിന്ന് അവർ തിരിച്ച് ഫാമിലേക്ക് വിടുന്നുണ്ട്. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ വണ്ടി എടുക്കുന്ന ഭാഗത്തേക്ക് ഒഴുകി പോകുന്നില്ല താനും. അപ്പോൾ വർഷങ്ങൾക്ക് മുന്നേ, നൂറ്റാണ്ടുകൾക്ക് മുന്നേ വലിയ വലിയ പുഴയായിരുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ചെറിയ ചെറിയ ചാലുകളായി. ഇപ്പോൾ നമ്മുടെ വാദികൾ ഉത്ഭവിച്ച് അത് ഒഴുകി വരുന്ന സ്ഥലങ്ങളൊക്കെ പണ്ട് സമുദ്രങ്ങളായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ മലനിരകളിൽ ഇങ്ങനെ വെള്ളം നിന്ന് ഇറങ്ങി പോയ പാടുകൾ കാണുന്നത്. ഇവിടെയാണ് ഈ ഉറവയുടെ ഉറവിടം. ഇവിടെ നാളെ വെള്ളം ഇങ്ങനെ ഒഴുകി സ്ഥലത്തോട് ഇവിടെ പറഞ്ഞിട്ട് അങ്ങനെ നീങ്ങുന്നു. ഇതിലാണ് ഞങ്ങൾ നടന്നു വന്ന വഴികളൊക്കെ. ഇവിടെയൊക്കെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതൊക്കെ അത്ര നല്ല വെള്ളമെല്ലാം തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ നടന്നു വരുന്ന വഴികളാണ് കാണുന്നത്.
എന്തായാലും മസ്റ്റ് ആൻഡ് ഷുഡ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. നമുക്കിവിടെ വരണമെങ്കിൽ പാസ്പോർട്ട് വേണ്ട, വിസ വേണ്ട. പക്ഷെ മൂസാണ്ടം പോകണമെങ്കിൽ നമുക്ക് വിസയും വേണം, പാസ്പോർട്ടും വേണം. അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. ഇവിടെ ഇതിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമായിട്ട്. ഇതിൻ്റെ താഴത്താണ് ഞങ്ങൾ ഇറങ്ങിയതൊക്കെ. ഇതിൽ നേരെ നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം. പക്ഷെ ഞങ്ങളങ്ങനെ അതിന് തുനിഞ്ഞില്ല. മൊത്തം നമ്മളെ ഈറ്റപ്പുല്ലുകൾ നിൽക്കുന്നുണ്ട്. ചില പാമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഇവിടെ ഇതിലൊക്കെ പണ്ട് വെള്ളം ഒഴുകിയിരുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരിക്കലും വിശ്വസിക്കില്ല. അപ്പോൾ നമ്മുടെ ഹൈക്കിംഗ് യാത്രകൾ ഇനിയും തുറന്നുകൊണ്ടിരിക്കും. ഇനിയും ഒരുപാട് വാദികൾ കണ്ടുപിടിക്കാനുണ്ട്. വാദി സിജി, വാദി ഹിലിയോ, പിന്നെ കദ്ര, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇനി എക്സ്പ്ലോർ ചെയ്യാൻ നമ്മുടെ മുന്നിൽ ഇനിയും ബാക്കി കിടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് വെള്ളത്തിൽ അങ്ങനെ തോന്നിയില്ല. മൊത്തം പച്ചപ്പുണ്ടെങ്കിലും വഴുവഴുപ്പുണ്ട് വെള്ളത്തിനൊക്കെ. അപ്പം അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ ഇറങ്ങിയില്ല. നേരെ ഈ വെള്ളം താഴത്തേക്ക് വരാതെ ഇവിടെ നേരെ ഫാമിലേക്കാണ് പോകുന്നത്. കേട്ടോ, അങ്ങനെ സെറ്റായിട്ട് അടിപൊളി ഈവനിങ് ആയിരുന്നു. എന്തായാലും വന്നത് നല്ല വൃത്തായി. ഇതിലൊക്കെ പണ്ട് വെള്ളം കുതിച്ചൊഴുകിയിരുന്നതിൻ്റെ പാടുകൾ ഇവിടെയൊക്കെ അന്വർത്ഥമായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ വാതിലവിടെ നിന്ന് വണ്ടി എടുത്ത് നേരെ റൈറ്റ് എടുത്ത് നമ്മൾ പോകുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെ ഡാമുണ്ട്. ആ ഡാം കാണാൻ വേണ്ടി പോകണം. പക്ഷേ ഡാമിൽ വെള്ളം ഉണ്ടോയെന്ന് അറിയില്ല, ചെന്നാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളൊക്കെ ശരിക്കും നമ്മുടെ നാടിനോട് കിടപിടിക്കുന്ന രീതിയിലൊക്കെയാണ് കാണുന്നത്. കാരണം നദികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഒരു പച്ചപ്പും പിന്നെ വലിയ ബഹളങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ഞങ്ങൾ കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ കയ്യിൽ ചെറിയ ചെറിയ ഹോണ്ട ആക്റ്റീവ പോലത്തെ, കൈനറ്റിക് ഹോണ്ട പോലത്തെ അങ്ങനെ ചെറിയ ചെറിയ സ്കൂട്ടറൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മൊബൈൽ നെറ്റ്വർക്ക് ഇല്ല. ഇവിടെ ഡ്യൂ ഇല്ല, എറ്റിസലാറ്റും ഇല്ല. ഇവിടെ ഒറിഡുവാണ്. ഞാൻ ഖത്തറിൽ 10-15 വർഷം മുന്നേ വർക്ക് ചെയ്ത ഈ സമയത്ത് ഒറിഡുവിടെ 2 സിം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഓർമ്മകളിലേക്ക് പെട്ടെന്ന് പോയി. അപ്പോൾ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഹമ്പ് ചാടിയതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബംഗാളി ചായയും കറക്റ്റ് ചായയൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് നോട്ട് ചെയ്തിട്ട് പോയി. കാരണം ഇവിടെ വേറെ മലയാളി കട എന്ന് പറയാൻ വേറെ ഒന്നും, വഴിയെ പോകുന്ന ഒരു വ്യക്തിയെടുത്ത് കറക്റ്റ് വഴി ചോദിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇടാൻ മാപ്പില്ല. അങ്ങനെ കയറ്റം കയറുന്ന സമയത്താണ് നമ്മുടെ അസ്തമയ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ വേണ്ടി റെഡി ആയിട്ട് കാർമേഘങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നത്. നല്ലൊരു സൂര്യാസ്തമയത്തിൻ്റെ നല്ലൊരു ദൃശ്യമായിരുന്നു. നമുക്കിത്തിരി ഇതിൽ ബ്രൈറ്റ്നസ് കൂടിയോണ്ട് അതിൻ്റെ കാഴ്ച ഇച്ചിരി കുറവായിരിക്കും. എങ്കിൽ തന്നെ നല്ലൊരു അസ്തമയ സമയമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്ക് ഡാമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും നോക്കില്ല, നേരെ ഡാമിലേക്ക് വണ്ടി റൈറ്റിലേക്ക് തിരിച്ചങ്ങ് എടുത്തു. അല്ലാതെ ഇവിടെ വേറെ ഡാമുകളൊന്നും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ പിന്നെ ഡാമിലേക്ക് അങ്ങ് വെച്ച് പിടിച്ചു. ഡാമിൽ എത്തിച്ചേരണമെങ്കിൽ ഒരു 3 കിലോമീറ്റർ കറങ്ങി തിരിഞ്ഞ് പോകണം. പക്ഷേ നമ്മുടെ മഴയുള്ള സമയത്ത് ഈ വഴിക്ക് വരാനേ പറ്റില്ല. ഇവിടെ നിന്ന് മുതൽ ബ്ലോക്ക് ആവുമെന്നാണ് അവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത്. അപ്പോൾ നേരെ കാണുന്ന 2 മലകളൊക്കെ ഡാമിൻ്റെ ഏതൊരു ഭാഗത്ത് നിൽക്കുന്ന മലകളാണ്. ആ നേരെ കാണുന്ന യെല്ലോ കളറിൽ അടിച്ച ബിൽഡിങ്, പെയിൻ്റ് അടിച്ച ബിൽഡിങ്, അത് ഇവിടുത്തെ മുസ്ലിം ചർച്ചാണ്. പക്ഷേ ഞങ്ങൾക്ക് നേരെ അടുത്ത് വന്നപ്പോഴാണ് അത് ചർച്ച എന്നുള്ള കാര്യം മനസ്സിലായത്, മസ്ജിദാന്നുള്ള കാര്യം മനസ്സിലായത്. വേറെ മകുടങ്ങളോ മിനാരങ്ങളോ ഒന്നും അതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ. അങ്ങനെ ഏകദേശം ഡാമെത്താറായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി നേരെ ഒരു കുത്തായിട്ടുള്ളൊരു ഇറക്കത്തിലേക്ക് പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ വാദിയിൽ നിന്നും ഡാമിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ഒഴുകി പോകാനുള്ള സ്ഥലമെന്ന് മനസ്സിലായി. അപ്പോൾ ഡാമിൻ്റെ റിസർവോയറിൽ നിന്ന് ആവശ്യമില്ലാത്ത വെള്ളം ഒഴുകി കളയുന്നൊരു പുഴയാണ്. അപ്പോൾ അതും റോഡ് ടാർ ചെയ്തിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ മഴവെള്ളം വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഇവിടെ. അത്രയും കുത്തിയൊലിച്ച് പോകുന്ന വഴിയല്ല എങ്കിൽ തന്നെയും നമുക്ക് ഡ്രൈവൊക്കെ ചെയ്ത് പോകാൻ പറ്റിയ നല്ലൊരു അനുഭവമായിരിക്കും. ഇപ്പോൾ ഇവിടെ വണ്ടി സ്ലോ ആക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെ ഓവർടേക്ക് ചെയ്ത് നേരെ ഡാമിന് അങ്ങോട്ട് പെട്ടെന്ന് എത്താൻ വേണ്ടി ശ്രമിച്ചു. കാരണം സൂര്യാസ്തമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മലയുള്ള ഭാഗത്ത് മൊത്തം ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഫുള്ള് മഞ്ഞ് വന്ന് നിറയും. അപ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തിന് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് എത്തിക്കൊണ്ട് അങ്ങനെ ഡാമിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കാണുന്നത്. ഈ ഡാം കഴിഞ്ഞ വർഷത്തെ 2025 മഴയ്ക്ക് ചെറുതായിട്ട് നിറഞ്ഞിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇത് ഓവർഫ്ലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഡാം തന്നെയാണ്. നമ്മുടെ ചെക്ക് ഡാമൊക്കെ പണിയില്ല എന്ന് പറയുന്ന പോലെ മണ്ണുകൊണ്ടും കല്ലുകൊണ്ടൊക്കെ മാത്രം പണിതിട്ടുള്ള കോൺക്രീറ്റ് ഉപയോഗിക്കാതെ പണിത ഡാം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളമൊന്നും വന്നു കഴിഞ്ഞ് നിൽക്കാനുള്ള സാധ്യതയില്ല. അത് ഉറവയായിട്ട് ഇങ്ങനെ താഴത്തേക്ക് പോകും. പിന്നെ ഇവിടുത്തെ ചൂട് പറയേണ്ട ആവശ്യമില്ല. ആ ചൂടിൻ്റെ ആഘാതം കൊണ്ടുള്ള വെള്ളം മൊത്തം നീരാവിയായി പോവുകയും ചെയ്യും. ഇവിടെയുള്ള ഡാം കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും നമുക്ക് വിഷമം തോന്നി. ഞങ്ങളെത്തി 2 മിനിറ്റുള്ള ഡാം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ തോന്നി ഈ ഭാഗത്തൊന്നും മഴ
അടുത്ത പ്രാവശ്യത്തൊന്നും പെയ്തിട്ടില്ല. അതേപോലത്തെ ഒരു വരണ്ട് കിടക്കുന്ന ഒരു ഡാമായിരുന്നു അത്. അങ്ങനെ ഒമാനിലെ മദയിൽ വന്നിട്ട് ഞങ്ങളൊരു ഹിഡൻ ജെമ്മിലെത്തിയിരിക്കുകയാണ്. 2 സൈഡിൽ നിന്ന് ഒഴുകി വരുന്ന അരുവികൾ, അതിന് നടുവിൽ നടക്കാൻ പറ്റി. പിന്നെ യുഎയിൽ വന്നിട്ട് അരുവികളിൽ ഇറങ്ങാറില്ല, പക്ഷെ ഇവിടെ വന്നിട്ട് അങ്ങനെ ഇറങ്ങാൻ തോന്നി. അധികം തിരക്കില്ല. പിന്നെ സമയം ഏകദേശം 5 മണി ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നല്ലൊരു അനുഭവം ആയിരുന്നു ഇവിടുന്ന്. അടിപൊളി. എന്നാൽ പിന്നെ അരുവിയിൽ വന്നിട്ട് നമ്മൾ ഇറങ്ങാതിരിക്കുന്നത് ശരിയല്ലോ എന്ന് വിചാരിച്ച് ഷൂവും സോക്സൊക്കെ ഊരി വെച്ച് നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ ആദ്യമായിട്ടൊക്കെയാണ് ഇവിടെ വെള്ളം കാണുന്നതും അതിലെ വെള്ളത്തിലിറങ്ങുന്നതും. നമ്മുടെ വീടിന് മുന്നിൽ കൂടെ ഒഴുകുന്ന പീച്ച് ഡാമിൻ്റെ ചെറിയ 2 ചാലുകൾ നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞപ്പോൾ നമുക്കറിയില്ലായിരുന്നു ലൈഫിൽ ഇത്രയും ബ്രേക്ക് ത്രൂ വരുമെന്ന്. ഒരു കനാലിൽ ഇറങ്ങാൻ വേണ്ടി, ഒരു അരുവിയിൽ